പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഈ വർഷം 12 ലക്ഷത്തോളം തൊഴിൽ വിസകൾ അനുവദിച്ചെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ വിദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് നിരവധി കരാറുകളിലും ഒപ്പുവെച്ചെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അനുവദിച്ചത് 6 ലക്ഷം തൊഴിൽ വിസകളായിരുന്നു. ഈ വർഷം ഇത് 12 ലക്ഷം തൊഴിൽ വിസകളായാണ് ഉയർത്തിയിരിക്കുന്നത്. സൗദി തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയമാണ് ഇത് അനുവദിച്ചത്. തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി പറഞ്ഞതാണ് ഈ കാര്യം. സൗദി വിപണി പുതിയ നിക്ഷേപകരെയും സംരംഭകരെയും ആകർഷിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ശ്രദ്ധേയമായ ഈ വർധനയെന്നും മന്ത്രി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വാണിജ്യ രജിസ്ട്രേഷന്റെയും തൊഴിൽ വിസകളുടെയും നടപടിക്രമങ്ങളിൽ നിരവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ധനകാര്യ ആവശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാനാകും വിധം എളുപ്പമാക്കിയിട്ടുണ്ട്. അതേസമയം സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് 6 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് നിരവധി കരാറുകളാണ് ഒപ്പുവച്ചിട്ടുള്ളത്. അതേസമയം ഫ്രീലാൻഡിംഗ് പോലുള്ള 7 ലക്ഷത്തോളം പുതിയ ജോലികളും ലഭ്യമാണ്. അവ നിയന്ത്രിക്കുന്നതിനായി ഒരു സർക്കാർ സ്ഥാപനവും അനുബന്ധ പോർട്ടലും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഫ്രീലാൻസിംഗ് ജോലിക്ക് രാജ്യത്തൊട്ടാകെ ഇതുവരെ 15,000-ഓളം തൊഴിൽ പെർമിറ്റുകൾ അനുവദിച്ചതായും തൊഴിൽ മന്ത്രി പറഞ്ഞു. അതേസമയം സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം 20%-ലേറെയായതായ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വദേശികളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച വിവിധ പദ്ധതികൾ മുഖേന വിദേശികളുടെ തൊഴിൽ നഷ്ടത്തോത് കൂടിയതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ കണക്ക് പ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മൊത്തം വിദേശികളുടെ എണ്ണം 66 ലക്ഷമാണ്. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം 20.3% ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്നും ഗോസിയിൽ രജിസ്റ്റർ ചെയ്ത മൊത്തം ജീവനക്കാർ 82.5 ലക്ഷമാണ്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 12.3% കുറഞ്ഞിട്ടുണ്ട്. 2.5 വർഷത്തിനിടയിൽ 19 ലക്ഷം വിദേശികളാണ് തൊഴിൽ നഷ്ടമായത്. പുതുതായി ടെലികോം, IT മേഖലകളിലും ഹോട്ടലുകൾ, റിസോർട്ടുകൾ തുടങ്ങിയ ആതിഥേയ മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും പുതിയ നടപടി കാരണമായേക്കും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.